വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധനുമാസം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് 18-ാം തീയതി മുതൽ. അപ്പോൾ ഈ ധനുമാസം ആരംഭം മുതൽ ചില നക്ഷത്രക്കാർക്ക് നല്ല സമയം ആരംഭിക്കുകയാണ്. അതുപോലെ ധനുമാസം 1 മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു. ശുക്രദശയാണ് ഈ നക്ഷത്രക്കാർക്ക് വരുന്നത്. നക്ഷത്ര ജ്യോതിഷപരമായി പല നക്ഷത്രക്കാർക്കും ചില രാശി സംബന്ധമായ ദോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചില നക്ഷത്രങ്ങൾക്ക് അത്ഭുതകരമായ വലിയ ഉയർച്ചയും നേട്ടവുമൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധനുമാസം ആരംഭം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ശുക്രദശയിൽ വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ധനുമാസം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മാസം മുതൽ ചില നക്ഷത്രക്കാർക്ക് ജ്യോതിഷപ്രകാരം ശുക്രദശയാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിലെ 9 നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയം തന്നെയാണ്. അപ്പോൾ പരമശിവന്റെ ജന്മനാൾ വരുന്ന മാസമാണ് ധനുമാസം 1 എന്നത്. തിരുവാതിര പോലുള്ള ആഘോഷങ്ങൾ വരുന്നത് ഈ മാസത്തിലാണ്. ഈ മലയാള മാസം മുതൽ 2024 ഡിസംബറിലാണ് ഈ മലയാളം ധനു വരുന്നത് മുതൽ ചില നക്ഷത്രക്കാർക്ക് ജ്യോതിഷപ്രകാരം ശുക്രദശ ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ രാജയോഗം വരെ സിദ്ധിക്കാൻ സാധിക്കുന്ന നക്ഷത്രങ്ങളാണ്. അത് 9 നക്ഷത്രങ്ങളാണ്. ഈ 9 നക്ഷത്രങ്ങൾക്ക് കൂടുതൽ നേട്ടം വരുന്ന സമയമാണ്. അത് ഏതൊക്കെയാണ് നക്ഷത്രങ്ങളെന്നും ഏതൊക്കെയാണ് അതിന്റെ കാര്യങ്ങളെന്നും എന്തൊക്കെയാണ് ആ നക്ഷത്രങ്ങളുടെ ഉയർച്ചയെന്നും നേട്ടമെന്നും രാജയോഗമെന്നും ശുക്രദശയുമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി ഭരണി നക്ഷത്രമാണ്. 1ാമത്തെ നക്ഷത്രം ഭരണിയായി പറയുന്നത് ഈ മാസം ഈ നാളുകാർക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും തീർന്നു കിട്ടുന്ന സമയമാണ്. രോഗശാന്തി ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ തുടക്കം കുറിക്കാൻ പറ്റിയ സമയമാണ്. തൊഴില്, ബിസിനസ്, അതുപോലെ കൃഷിയുമായി പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാർത്ഥികൾക്ക് എല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നേറാൻ പറ്റിയ സമയമാണിത്. തൊഴിൽ ബിസിനസ് രംഗത്ത് ഏറെ ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരും. അതുപോലെ ഭരണി നക്ഷത്രക്കാർ 2 കാര്യം ചെയ്യുന്നത് നല്ലതാണ്. നാഗദൈവങ്ങൾക്ക് വഴിപാട് നടത്തണം. തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ചുവന്ന മാല സമർപ്പിക്കുക എന്നിവയാണ്. ഇത് ദേവി നാഗ ചൈതന്യം ലഭിക്കുന്നതിന് ഈ നക്ഷത്രത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിന് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്ത് ഉയരത്തിലെത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ധനുരാശി എന്ന് പറയുന്നത്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന സമയം. തൊഴിലിൽ ഉയർച്ച, സന്താന ഭാഗ്യം, വിവാഹം നടക്കാതിരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അത് ഇപ്പോൾ നടക്കുന്ന സമയമാണ്. അതുപോലെ ഗജകേസരി യോഗത്തിന് തുല്യമായ പല നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബ സ്വത്തുക്കൾ ലഭിക്കും, സ്വർണങ്ങൾ ലഭിക്കും. ഈ നക്ഷത്രത്തിന്റെ പ്രഭാവത്താൽ ഇവരുടെ വീട്ടിൽ പോലും വലിയ ഉയർച്ചയും വളരെ വലിയ നേട്ടങ്ങളുമൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അടുത്ത തിരുവോണം നക്ഷത്രമാണ്. ഈ 3ാമത്തെ നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞാൽ ഏത് കാര്യത്തിൽ കൈവച്ചാലും ഗുണമുണ്ടാകുന്ന കാലമാണ്. സാമ്പത്തിക കാര്യത്തിൽ ഏറെ ഉയർച്ച ഉണ്ടാകുന്ന കാലമാണ്. ഇതുപോലെ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, നഴ്സിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. ഉയർച്ച ഉണ്ടാകുന്ന കാലം കൂടി എന്ന് പറഞ്ഞാൽ വിദേശവാസ യോഗമുള്ളവർ അവർക്ക് ഏത് സ്ഥലത്തും ഏത് സമയത്തും എത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉറപ്പായി അവരെ തേടി തന്നെ എത്തും. ഏറെ അംഗീകാരങ്ങൾ വന്നു ചേരും പല ജോലിക്കാർക്കും ആ ഒരു സമയം കൂടിയാണ്. ഇത് അഭിനന്ദനങ്ങളും അവാർഡുകളും എല്ലാം വന്നു ചേരുന്ന ഒരു കാലമാണ്. മഹാവിഷ്ണു പ്രീതി നേടുന്നത് നല്ലതാണ്. ഈ നക്ഷത്രക്കാര് തിരുവോണ നക്ഷത്രത്തിന് പ്രത്യേകമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. 4ാമതായി വരുന്നത് അനിഴം നക്ഷത്രമാണ്. ഉദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാകുന്ന നക്ഷത്രമാണിത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കാൻ സാധിക്കുന്ന കാലമാണ് വരുന്നത്. സിനിമ, സീരിയൽ, കലാപരമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൂടി വരുന്ന സമയവും, അതുപോലെ തന്നെ അവർക്ക് ആ വഴി മുന്നോട്ട് പോയി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായി വലിയ വിജയത്തിലേക്ക് പോകാൻ പറ്റുന്ന സമയമാണ്. ശിവഭഗവാന്റെ പ്രീതി ലഭിക്കുന്ന നക്ഷത്രമാണിത്. ശിവഭഗവാന്റെ നാമം ജപിക്കുന്നത് ഏറെ ഗുണകരമാണ്. ശിവക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതും ഏറെ നല്ലതാണ് അനിഴം നക്ഷത്രക്കാർക്ക്. 5ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. കലാരംഗത്തുള്ളവർക്ക് ഏറെ ഉയർച്ച ഉണ്ടാകും. വീട് വയ്ക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് പറ്റിയ സമയമാണ്. ജീവിതത്തിൽ ഏറെ അത്ഭുതങ്ങൾ അപ്രതീക്ഷിതമായി നടക്കുന്ന കാലമാണ് അവർക്ക്. വലിയ രീതിയിലുള്ള ഉയർച്ചകൾ ഇവരെ തേടി വരുന്ന കാലമാണ്. ശത്രുക്കൾക്ക് ഇവരുടെ ഉയർച്ച കണ്ട് അസൂയ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ധനുമാസം എന്ന് പറയുന്നത്. കണ്ണീറും ദൃഷ്ടിയുമെല്ലാം വരാതിരിക്കാനായി ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നാരങ്ങാ വിളക്ക് ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോയി ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായ കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്.
ആറാമതായി വരുന്ന വിശാഖ നക്ഷത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമായ ഉയർച്ചയും സമ്പാദ്യം ആരംഭിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ ചെറിയ സമ്പാദ്യമാണെങ്കിൽ ഇത് നേട്ടം നൽകുന്ന കാലമാണ്. അതുകൊണ്ട് ആരംഭിക്കാനിരിക്കുന്ന ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുക. കുടുക്കയിൽ 10 രൂപ ഇട്ട് വെച്ചാലും അതുകൊണ്ട് നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് 2024 ധനുമാസം എന്ന് പറയുന്നത്. ഏതായാലും ഉയർച്ച ഉണ്ടാകും. കലാകായിക രംഗത്തുള്ളവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠന മികവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ വീട്ടുകാരിൽ നിന്നും തന്നെ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അടുത്ത കാലത്ത് ജോലിക്ക് വേണ്ടുന്ന അപേക്ഷകളെ കൊടുത്തിരിക്കുന്നവർക്ക് നല്ല സമയമാണ്. അതിനുള്ള സമയമായി വരുന്നുണ്ട്. ജോലികളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏഴാമതായി വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. ഇവർക്കും ദുരിതങ്ങൾ മാറുന്ന മാസമാണ്. ധനുമാസം എന്നത് കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം ഇല്ലാതായി എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞു പോകുന്ന സമയമാണ് വരുന്നത്. സമാധാനപൂർണമായ ജീവിതം, കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വിവാഹം കഴിക്കാതിരുന്ന സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സമയമാണ്. ഒരുപാട് പ്രായമൊക്കെ ആയിരുന്ന പുരുഷന്മാർക്ക് അവർക്ക് അനുയോജ്യമായ ചില വധുവിനെയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അതിസമ്പന്ന യോഗം ഇവർക്കുണ്ടാകുന്നു. അതായത് പല ഉറവിടങ്ങളിൽ നിന്നും ധാരാളം പണം വന്നു ചേരുന്നു. ദേവിപ്രീതിയിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. മറ്റു രീതിയിലുള്ള കുടുംബ സ്വത്തുക്കളൊക്കെ ലഭിക്കും. വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് ഇപ്പോൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തൃക്കേട്ട നക്ഷത്രത്തിന് വളരെ നല്ല യോഗമുള്ള ഒരു സമയമാണ്. രാജയോഗം എന്ന് തന്നെ പറയാം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അവർക്ക് രാജയോഗ തുല്യമായ സമയമാണ് വരാൻ പോകുന്നത്. തൊഴിലിൽ അഭിവൃദ്ധി, വിദേശത്ത് ജോലി ചെയ്യുന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവരുടെ ജീവിതം വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് പോകും. കുടുംബത്തിൽ അഭിവൃദ്ധി തുടങ്ങി ലഭിക്കുകയും അതുപോലെ ഗൾഫിലൊക്കെ നിൽക്കുന്നവർ അവിടുത്തെ ലോട്ടറികളൊക്കെ എടുത്താൽ അവർക്ക് ലോട്ടറി ഭാഗ്യം പോലെ ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ്. നാട്ടിലായാലും അവർക്കുള്ള ഒപ്പം ഒരു ലോട്ടറി ഭാഗ്യമുണ്ട്. ഇത് അവർക്ക് അനുയോജ്യമായ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അശ്വതി നക്ഷത്രത്തിന് ഏറ്റവും നല്ലൊരു സമയമാണ്. ഈ 2024 തീരുമ്പോൾ തന്നെ ധനുമാസങ്ങൾക്കത് അനുഭവിച്ചറിയുവാൻ കഴിയും. ശിവഭഗവാന്റെ അനുഗ്രഹം ഏറെ ലഭ്യമാകുന്ന മാസമാണ്. അതുകൊണ്ട് ശിവഭജനമൊക്കെ പോയി ചെയ്യുന്നതും ശിവക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് അശ്വതി നക്ഷത്രക്കാർ. അടുത്തതായി വരുന്നത് മൂലം നക്ഷത്രമാണ്. ധനുരാശിയിൽ ധനുമാസത്തിൽ മൂലം നക്ഷത്രത്തിന് കാര്യവിജയം നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു മാസമാണ്. ഏതു കാര്യത്തിന് ഇറങ്ങിയാലും അത് വിജയിക്കുക തന്നെ ചെയ്യും. തടസ്സങ്ങൾ ഉണ്ടാകില്ല. വിലപിടിപ്പുള്ളവ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് സാധിക്കും. ഗണപതി പ്രീതിയിൽ തടസ്സങ്ങൾ യാതൊന്നും തന്നെ ഉണ്ടാകില്ല. ധനപരമായ മുന്നേറ്റവും ഏറെ ഉണ്ടാകും. ഉയരാനും നേട്ടങ്ങൾ കൊയ്യാനും ഈ കാലഘട്ടം ഇവർക്ക് സഹായിക്കുന്നുണ്ട്. ഇവർക്ക് ധനുമാസം ഏറെ ഉയർച്ച നൽകുന്ന കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് ആലോചിച്ചുമൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയുമില്ല എന്ന് ഈ നക്ഷത്രക്കാർ, മൂല നക്ഷത്രക്കാർ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നക്ഷത്ര ജ്യോതിഷപരമായി പറയുവാനുള്ളത്. അപ്പോൾ നക്ഷത്ര ജ്യോതിഷപരമായി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആ ദോഷങ്ങൾ കൂടി നിങ്ങൾ മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് രാജകീയമായ യോഗവും ശുക്രദശ എന്ന് പറഞ്ഞത് കൃത്യമായി നിങ്ങൾക്ക് അനുഭവയോഗ്യമാകും എന്നുള്ളതാണ്. ഏതായാലും അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ല നമസ്കാരം.